5 വർഷങ്ങൾക്ക് മുൻപ് 2020 ഓഗസ്റ്റ് 6-നാണ് ഇടുക്കി പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയത്. രാത്രിയുണ്ടായ ദുരന്തത്തിൽ ലയങ്ങൾ തകർന്ന് 70 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഔദ്യോഗിക കണക്ക്. കേരളത്തിന്റെ ദുരന്ത ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ് പെട്ടിമുടി ദുരന്തം. ഓഗസ്റ്റ് 6 കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ 22 തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്ന 4 ലയങ്ങളിൽ ഉള്ളവർ പകൽ സമയത്തെ അധ്വാനത്തിനു ശേഷം ഉറക്കത്തിലായിരുന്നു. രാത്രിയോടെ മഴ കനത്തു. പെട്ടെന്നാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ അതിർത്തിയിൽ നിന്ന് ഈ ലയങ്ങൾക്കുമേലേക്ക് ഉരുൾപൊട്ടിയിറങ്ങിയത്. പ്രദേശത്ത് 10 അടി ഉയരത്തിൽ വരെ മണ്ണുമൂടി. പലയിടത്തും വലിയ പാറകൾ വന്നടിഞ്ഞു. വൈദ്യുതി ബന്ധം നിലച്ചതും മൊബൈൽ ഫോൺ കവറേജ് ഇല്ലാതിരുന്നതും മൂലം ദുരന്തം പുറം ലോകമറിയാൻ വൈകി. പ്രതികൂല കാലാവസ്ഥയും പാലം തകർന്നതും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാക്കി. കുട്ടികളടക്കം 70 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരു കുടുംബത്തിലെ 21 പേരും അതിൽ ഉൾപ്പെടും. 4 പേരുടെ മൃതശരീരം കണ്ടെത്താനായില്ല. പക്ഷേ കാണാതായ 4 പേരെ കൂടി മരിച്ചവരായി കണക്കാക്കുകയായിരുന്നു. 12 പേർ മാത്രമാണ് ദുരന്തത്തെ അതിജീവിച്ചത്. പെട്ടിമുടി ദുരന്തം പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണവും വനനശീകരണവും ദുരന്തങ്ങളുടെ ആക്കം കൂട്ടുമെന്ന് നാം തിരിച്ചറിഞ്ഞു. ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്ര മഴയും മണ്ണിന്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളും കേരളത്തിലെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും അതീവ സാധ്യതയുള്ള പ്രദേശങ്ങളാക്കി മാറ്റുന്നുണ്ടെന്നതാണ് വാസ്തവം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.